അപ്പോൾ പെട്ടെന്നിട്ട് രാവിലെ അപ്പൂട്ടൻ പറയണത് ഒരു 9 മണി കഴിഞ്ഞപ്പോൾ നമുക്ക് സിനിമയ്ക്ക് പോയാലോ എന്ന്. ഏതാ സിനിമ എന്ന് മനസ്സിലായിണ്ടാവും. അപ്പോൾ നമ്മുടെ പാട്രിയോട്ട് സിനിമ കാണാനായിട്ട് പോകുന്നത്. ചൂടാണ് ഗൈസ്, നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ സിനിമയ്ക്ക് മുമ്പ് എപ്പോഴും കണ്ണട വെക്കും കേട്ടോ, അതങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് കൂറ്റനാടുള്ള കണിച്ചിറക്കൽ മാളില്ലേ, അവിടേക്കാണ് കേട്ടോ. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചിട്ട് ഒരു റിവ്യൂവും കാണാതെയാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഞാൻ അപ്പോഴോട് ചോദിച്ചത് തന്നെ ആരാണ് അതിൽ അഭിനയിക്കണമെന്ന് കേട്ടോ. കാരണം അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടല്ല ഞാൻ ആ സിനിമ കാണാൻ പോയത് തന്നെ. പിന്നെ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു നയൻതാര കുഞ്ചാക്കോബൻ അങ്ങനെ എന്തോ ബാംഗ്ലൂരിലുള്ളപ്പോൾ എന്തോ ഒരു അങ്ങനെ ഓടിച്ചിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ അങ്ങനെ കുറേ ലണ്ടനിൽ അങ്ങനെയൊക്കെ സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു മനുഷ്യമില്ല കേട്ടോ. അപ്പോൾ അപ്പൂട്ടൻ പറഞ്ഞു 9:30 ഷോ, ഞങ്ങൾ 9:35 എത്തിയപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയതും തുടങ്ങിയതും ഒപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറി, പിന്നെ ടിക്കറ്റൊക്കെ 3 ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. അവിടെ പോയിട്ട് എടുക്കല്ലേ ഇത് ബുക്ക് ചെയ്തു. കാരണം ഇനിയിപ്പോൾ ഫസ്റ്റ് ഷോ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഒരു സിനിമ റിലീസിൻ്റെ അന്ന് ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ 9:30 ഷോയ്ക്ക് തന്നെ കയറണത്. ഫസ്റ്റാണ് എൻ്റെ ജീവിതത്തിൽ ഈ 30 വർഷത്തിനുള്ളിൽ ഞാൻ ഫസ്റ്റായിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ സിനിമ പ്രാന്തന്മാരൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ, ഞാൻ പിന്നെ അങ്ങത്ര ഇതില്ല കേട്ടോ. അപ്പോൾ അതാ എത്തി. എങ്ങനെയുണ്ട് സിനിമ ചോദിച്ചത്? ഇൻ്റർവെല്ലിൻ്റെ ടൈമാണ് കേട്ടോ കാണിക്കുന്നത്. ഇൻ്റർവെല്ലാണോ? ആ ഇൻ്റർവെല്ലിൻ്റെ ടൈമാണ് കാണിക്കുന്നത്. എങ്ങനെയുണ്ട് സിനിമ ചോദിച്ചാൽ ഒരു ഓക്കെ പടമാണ്. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല, രസമുണ്ടായിരുന്നു. ഫഹദിൻ്റെ അഭിനയമാണെങ്കിലും മമ്മൂട്ടി, മോഹൻലാൽ എല്ലാവരും കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു വട്ടമൊക്കെ കാണാൻ പറ്റുന്ന സിനിമയാണ്. പിന്നെ ഭയങ്കര എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടൊന്നും അവിടെ പോയി കാണരുത് കേട്ടോ. എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി. പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങിയിട്ട്, ഒന്നല്ല 3 ഐസ്ക്രീം വാങ്ങി. അവിടെ ഒരു ഐസ്ക്രീമിന് 70 രൂപയാണ് ഗൈസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ മാംഗോയുടെ ഫ്ലേവറും വാങ്ങി, ബേബി മേതും ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും കേട്ടോ വാങ്ങിയത്. വേറെ ഒന്നും അവിടുന്ന് വാങ്ങിയില്ല. അപ്പോൾ സിനിമയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒന്ന് പോയി കണ്ടു നോക്കൂ എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. ഇനി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ എന്നോട്, എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ എന്ന്. അപ്പോഴത്തിന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാട്ടോ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ട്രെയിലറോ ഒന്നും കാണാതെ പോയതാണ്. ഒരു ഗുഡ് മൂവിയാണ്. ഇപ്പോഴത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളാണ്, നമ്മുടെ ചതിക്കുഴികളൊക്കെയാണ് കാണിക്കുന്നത്. പെൺകുട്ടികളുടെ ചതിക്കുഴികൾ, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരും ഫോൺ ഉപയോഗിക്കുന്നവരൊക്കെ സൂക്ഷിക്കുക. പിന്നെ വീട്ടിൽ എത്തിയിട്ട് നല്ല ചിക്കൻ കറി ചോറും കൂട്ടിയിട്ട് നല്ലൊരു പിടി പിടിച്ചു കേട്ടോ. അപ്പോൾ എത്രയും കേസ്